ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 കാര്യം. 1, വിക്ടം കാർഡ്. ഇതെന്ത് കോലം? നിനക്ക് ഇത് നിനക്ക് എന്താ അസുഖം? എനിക്ക് അസുഖമൊന്നുമില്ല. 2, സേഫ് പ്ലേ സോൺ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? 3, വക്രബുദ്ധി. വ്യക്തമായില്ലേ? ശരി, ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പൊ കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഈ 3 പേരെ ഞാൻ കാണിച്ചു തരാം. 1, വക്രബുദ്ധി ജാസ്മിൻ. Human error. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ജാസ്മിനെ ആണെങ്കിൽ ഞാൻ വക്രബുദ്ധി എന്ന് പറയും. കാര്യം വക്രബുദ്ധിയുടെ ഉസ്താദാണ് ജാസ്മിൻ. അതിനൊന്നും ഇല്ലേ? അതുപോലെ വിക്ടം കാർഡ് കഴിഞ്ഞ പ്രാവശ്യം ഇറക്കി കളിച്ച ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കാരി ആണ് ജാൻ മോണി. അതുകൊണ്ട് ഇപ്പൊ എന്താ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? അന്തോണി പറവൂർ, എന്താണ് ഇവിടെ പ്രശ്നം? രേണു സജിയുടെ ബ്രായും മാലിയും കരകര അടിച്ചു മാറ്റി. കരകര അടിച്ചു മാറ്റിയോ? യെസ്. എന്താണിത്? പിന്നെ അടുത്ത് വേറൊരു പ്രശ്നം ഇവിടെ നടന്നല്ലോ, കിച്ചണില്. അതെന്താ? അത് നമുക്കൊന്ന് കണ്ടാലോ? കാണാം. വിശക്കൊന്നും ഇവിടെ ഒന്നും ഇല്ലേ? ഇതേ ഉള്ള ഇവിടെ ലക്ഷറി ബഡ്ജറ്റ് കട്ട് ചെയ്ത് ഇതൊക്കെ ഉള്ളൂ ഇവിടെ. ഇവിടെ പഴം മാത്രമേ ഉള്ളൂ. साले कुत्ते कमीने उल्लू का पट्टे कुत्ते का बच्चे खलिया कुदड़ा बेवकूफ. ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. തുപ്പിയിട്ട് ഞാൻ തരുന്നോടി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തുമ്മിയിട്ട് ഫൈനൽ കയറാമെങ്കിൽ ഇപ്രാവശ്യം തുപ്പിയിട്ട് ഞാൻ കപ്പടിക്കും. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. സത്യം പറയുന്നോടി. എന്തോന്നാടോ ഇത്? മാറ വാഴ എടാ. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? ഭ്രാന്ത് പിന്നെന്ത്? അയ്യോ സാറെന്തേ? സാർ സാർ ഇയാൾക്ക് എന്താണോ പറ്റിയത്? എല്ലാ ആണിലും ഒരു പെണ്ണുണ്ടല്ലോ കുട്ട. ഇയാൾക്ക് തലക്കെന്താ തകരാറാണ് മേഡം? കണ്ടോ, ഇത് പട്ട് തന്നെ. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. ഇപ്പൊ പിടിച്ചാ നടത്തിക്കൊണ്ട് പോകാം, കുറച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. അവന് ശരിക്കും എന്ത് പറ്റിയാണ് പക്ഷേ? ഈ TV റിയാലിറ്റി ഷോയിലൊക്കെ പോയി പുറത്തായതിന്റെ ഷോക്കാ കുട്ടിക്ക്.